അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രിഡ്ജ് കോഴ്സ് ആണ്. ഏത് പാരലൈൻസിന് മുന്നോടിയായി ഏതാണ് ബ്രിഡ്ജ് മെറ്റീരിയൽ ഉണ്ട്. അപ്പൊ അതിന്റെ ടോപ്പിക് ആണ് നമ്മളെ ഏരിയ. അപ്പൊ ആ ഏരിയ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ട്രയാങ്കിൾ എന്താണെന്ന് നോക്കാം. അപ്പൊ ഞാനൊരു ട്രയാങ്കിൾ വരച്ചു. ഈ ട്രയാങ്കിൾ എന്താണ് എ ബി സി എന്ന ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിളിന് എത്ര സൈഡ്സ് ഉണ്ട് അല്ലെ? 3 സൈഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? എ ബി ബി സി എ സി. എത്ര ആംഗിൾ ഉണ്ട്? അതും 3 അല്ലെ? 1 2 3 ആംഗിൾസ് ഉണ്ട്. ഏതൊക്കെയാണ്? ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി. ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? അല്ലെങ്കിൽ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ളത് 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ ബേസ് എന്ന് പറഞ്ഞാൽ ബി സി ആണ്. ഹൈറ്റ് നമുക്ക് എ എന്നൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നതല്ലേ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എ എന്നൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു, അത് എ ഡി ആക്കി കൊടുത്തു. അപ്പൊ ഇക്വേഷൻ എന്തായി മാറി? 1/2 ഇൻറ്റു ബി സി ഇൻറ്റു എ ഡി ആണ് നമ്മള് ഈ ട്രയാങ്കിളിന്റെ ഏരിയ. ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ്. എത്ര ടൈപ്സ് ഉണ്ട്? നമ്മൾ പഠിച്ചത് ചെറിയ ക്ലാസ്സിൽ അല്ലെ? 3 ടൈപ്പ്. അതിൽ കൂടുതൽ ഉണ്ടാകും. പക്ഷെ നമ്മൾ പഠിച്ച് നിർത്തിയത് എത്ര? 3 ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഫസ്റ്റ് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പഠിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് ഐസോസെലസ് ട്രയാങ്കിൾ പഠിച്ചിട്ടുണ്ട്. മൂന്നാമത്തതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളും പഠിച്ചിട്ടുണ്ട്. അപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഐസോസെലസ് ട്രയാങ്കിൾ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പൊ നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പൊ എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? ഒരു ആംഗിൾ 90 ആകുന്ന ആ ട്രയാങ്കിളിനെയാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്തു? ഞാൻ ഒരു ട്രയാങ്കിൾ വരച്ചു. ഇതിനെ എവിടെയാണ്? ഇവിടെയാണ് 90. അത് ഞാൻ പേര് കൊടുത്തു എ ബി സി. അപ്പൊ ആംഗിൾ ബി എന്താ? ഇവിടെ 90 ആണ്. അപ്പൊ നമ്മൾ ഫേമസ് ആയ ഒരു തിയറം ഉണ്ട് അല്ലെ? പൈതഗോറസ് തിയറം. എന്താണ്? അല്ലെ? ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് സ്ക്വയർ എന്ന് പറയാറുണ്ട്. ഇവിടെ ബേസ് എന്ന് പറഞ്ഞാൽ ബി സി ആണ്. ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എ ബി ആണ്. ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എ സി ആണ് അല്ലെ? എവിടെയാണോ 90 വരുന്നത് അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ആണ് ഹൈപ്പോട്ടിന്യൂസ്. അപ്പൊ നമുക്ക് പൈതഗോറസ് എ സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ആണ് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ പൈതഗോറസ് തിയറം. ഇനി ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 2 സൈഡ്സ് ഈക്വൽ ആയ ട്രയാങ്കിളിനെയാണ് നമ്മൾ 8ാം ക്ലാസ് പഠിച്ചത് അല്ലെ? അപ്പൊ ഞാൻ അവിടെ പേര് കൊടുത്തു എ ബി സി. ഒന്നില്ലെങ്കിൽ എ ബിയും ബി സിയും ഈക്വൽ ആകാം, അല്ലെങ്കിൽ എ ബിയും എ സിയും തമ്മിൽ ഈക്വൽ ആകാം, അല്ലെങ്കിൽ എ സി ബി സിയും തമ്മിൽ എന്താകാം? ഈക്വൽ ആകാം. അപ്പൊ എ ബി ഈക്വൽ ടു ബി സി, എ ബി ഈക്വൽ ടു എ സി ഓർ ബി സി ഈക്വൽ ടു എ സി. ഏതെങ്കിലും 2 സൈഡ്സ് ആർ ഈക്വൽ എന്ന് പറഞ്ഞാൽ അതിന് ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് പറയാൻ പറ്റും. ഇനി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ആൾ സൈഡ്സ് ആർ ഈക്വൽ അല്ലെ? ഇവിടെ എ ബി സി എന്ന് പറഞ്ഞാൽ എ ബി സി അല്ലെ? എ ബിയും ബി സിയും എ സിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ ഈച്ച് ആംഗിൾ എത്ര ആയിരിക്കും അല്ലെ? എല്ലാ ആംഗിളും ഈക്വൽ ആവില്ല. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആൾ സൈഡ്സ് ആർ ഈക്വൽ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ. അപ്പൊ ഈച്ച് ആംഗിൾ എത്ര ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സി എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൗ മെനി ഡിഫറെന്റ് ട്രയാങ്കിൾ ക്യാൻ ഡ്രോ വിത്ത് ഏരിയ ഈസ് 12 സെന്റിമീറ്റർ? ഒരു 12 സെന്റിമീറ്റർ ഏരിയ ഉള്ള ഒരു ട്രയാങ്കിൾ എത്രണ്ണം വരക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഏരിയ കാണുന്ന ഇക്വേഷൻ നമുക്ക് അറിയാം. എന്തായിരുന്നു? ഏരിയ ഈക്വൽ ടു അല്ലെ 1/2 ഇൻറ്റു അല്ലെ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലെ? ഇവിടെ ഏരിയ എന്ന് പറഞ്ഞാൽ 12 ആണ് ഇൻറ്റു 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ഈ 2 നെ ഇങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയി. അപ്പൊ ബേസ് ഇൻറ്റു അല്ലെ ഹൈറ്റ് ഈക്വൽ ടു 12 ഇൻറ്റു 2 ഈക്വൽ ടു 24 എന്ന് പറഞ്ഞാൽ ബേസും ഹൈറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 24 കിട്ടുന്ന നമ്പേഴ്സിൽ ആരൊക്കെ? അവരൊക്കെ ആയിരിക്കും അതിന്റെ ഏരിയ 12 ആകുന്നത്. ഏതൊക്കെ നമ്പേഴ്സുകൾ മൾട്ടിപ്ലൈ ചെയ്താണ് 24 കിട്ടുന്നത്? അല്ലെ 1 ഇൻറ്റു 24 അല്ലെങ്കിൽ 24 ഇൻറ്റു 1 തിരിച്ചിട്ടാലും ഒന്ന് തന്നെയാണ്. അപ്പൊ അടുത്തത് 2 ഇൻറ്റു 12, അടുത്തത് 8 ഇൻറ്റു 3, അടുത്തത് 6 ഇൻറ്റു 4 അല്ലെ? ഇത്രയും നമ്പേഴ്സുകളാണ് 24 കിട്ടുന്നത് അല്ലെ? അപ്പൊ ഒന്നില്ലെങ്കിൽ നമുക്ക് ബേസ് ഇതാക്കി എടുക്കാം, ഏതെങ്കിലും നമുക്ക് ഇഷ്ടമനുസരിച്ച് ബേസ് അങ്ങോട്ട് എടുക്കാം. അപ്പൊ എത്രണ്ണം വരക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടു. ഹൗ മെനി വരക്കാൻ പറഞ്ഞിട്ടില്ല. ഏതൊക്കെയാണ്? 24നെ 24 ഇൻറ്റു 1. അപ്പൊ 24നെ ബേസും ഹൈറ്റ് 1 ആക്കി നമുക്ക് വരക്കാൻ പറ്റും. തിരിച്ചും വരക്കാൻ പറ്റും. പക്ഷെ അത് നമ്മൾ കൗണ്ട് ചെയ്യില്ല, ഡിഫറെന്റ് എന്നാ പറഞ്ഞത്. മറ്റേത് 8 ഇൻറ്റു 3, 8 ബേസ് 3 ഹൈറ്റ്. 24നെ 6 ഇൻറ്റു 4, ദാറ്റ് ഈസ് ബേസ് 6 ഹൈറ്റ് 4. അടുത്ത് 12 ഇൻറ്റു 2 എത്രയായി? ബേസ് 12 ഹൈറ്റ് 2 എന്ന രീതിയിൽ എന്ത് ചെയ്യാം? നമുക്ക് വരക്കാൻ പറ്റും. ഇതിനോട് കണ്ടീഷൻ ചേർക്കുകയാണ്.
എന്താണ് കൊടുക്കുന്നത്? ഹൗ മെനി ഡിഫറെന്റ് ട്രയാങ്കിൾ വിത്ത് വൺ സൈഡ് 8 സെന്റിമീറ്റർ ആൻഡ് ഏരിയ 12. ഇവിടെ ബേസ് അല്ലെങ്കിൽ ഒരു സൈഡ് 8 ആകുമ്പോൾ അതിന്റെ അങ്ങനെ എത്രണ്ണം വരക്കാൻ പറ്റും കണ്ടീഷൻ കൊടുത്തു. മറ്റത് 4 പറ്റിയിരുന്നുള്ളൂ, ഒരു കണ്ടീഷനും ഇല്ലാതെ ഇത്ര പറ്റി. പക്ഷെ ഇവിടെ ബേസ് 8 അല്ലെങ്കിൽ ഒരു സൈഡ് 8 ആക്കിയാൽ അപ്പൊ ഏരിയ 12 ആണ്. 1/2 ഞാൻ ബേസിന് 8 കൊടുത്തു ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി. അപ്പൊ 12 ഈക്വൽ ടു 4 ഇൻറ്റു ഹൈറ്റ്. അപ്പൊ എന്തായി? ഹൈറ്റ് ഈക്വൽ ടു എത്രയായി? 12/4 ഈക്വൽ ടു 3. അപ്പൊ ഹൈറ്റ് 3 ആയാൽ നമുക്ക് എത്രണ്ണം വരക്കാമെന്ന് നോക്കണം നമ്മള്. അപ്പൊ അതിനു വേണ്ടി ഞാൻ ആദ്യം ബേസ് 8 ആക്കിയൊരു വര വരച്ചു, ലൈൻ വരച്ചു. ഇനി ഹൈറ്റ് ആണ് നമ്മുടെ പറഞ്ഞപ്പോ ഇവിടെ നേരെ പെർപെൻഡിക്കുലർ വരച്ച ഒരു 3 ലൈൻ വെച്ചു. ഇവിടെ നിങ്ങോട്ട് നീട്ടി വരച്ചുകൂടെ നമുക്ക് അല്ലെ? അപ്പൊ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു. ഇതേപോലെ ഇതും ഇവിടെയും വരച്ചുകൂടെ? ഇവിടെ നീട്ടി പെർപെൻഡിക്കുലർ വരച്ചു, അത് 3 സെന്റിമീറ്റർ. അതും ഇങ്ങോട്ട് നീട്ടി യോജിപ്പിച്ച് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു അല്ലെ? ഇവിടെ ഇങ്ങനെ ട്രയാങ്കിൾ ഫോം ചെയ്തു. ഇതേപോലെ എനിക്ക് ഇവിടെയും വരച്ചുകൂടെ? അപ്പൊ അവിടെ ഞാൻ വരച്ചു, അവിടെ എത്രയോ 3 സെന്റിമീറ്റർ. ഇനി ഇതേപോലെ അല്ലെ? ഇവിടുന്ന് ഇങ്ങോട്ട് യോജിപ്പിക്കുക, ഇങ്ങോട്ട് യോജിപ്പിക്കുക. ഇതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് യോജിപ്പിക്കുക, ഇങ്ങോട്ട് യോജിപ്പിക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ കുറെ ട്രയാങ്കിൾ ഇങ്ങനെ വരക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എത്രണ്ണം വരക്കാൻ പറ്റും എന്ന് പറയാൻ വെച്ചാൽ കുറെ വരക്കാൻ പറ്റും അല്ലെ? ഹൈറ്റ് 3 ആയി, നമുക്ക് കുറെ ഡിഫറെന്റ് ട്രയാങ്കിൾസ് വരക്കാൻ പറ്റും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ ലൈൻസിലൂടെ ഒരു നേരെ ലൈൻ വരക്കാൻ പോവാണ് ഈ പോയിന്റിലൂടെ. അപ്പൊ കൃത്യമായിട്ട് എല്ലാ പോയിന്റ്സിലൂടെയും ടച്ച് ചെയ്ത് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ 8 സെന്റിമീറ്ററിന്റെ പാരലൽ ലൈൻ ആയിട്ടാണ് ഈ ലൈൻ വന്നത്. അപ്പൊ ഈ പാരലൽ ലൈനിന്റെ എവിടെ കൊണ്ടുപോയി വരച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഏരിയ എന്തായിരിക്കും? ഈക്വൽ. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഇവിടെ വെച്ച് എഴുതിയേക്കാം. ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയിഞ്ഞാലും ഇതിന്റെ ഏരിയ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ കാരണം എന്താ? ബേസിന്റെ ഹൈറ്റ് അല്ലെ വരുന്നത്. കാരണം ഈ ലെങ്ത് അവിടെ കൗണ്ട് ചെയ്യണേ ഇല്ല, അതുകൊണ്ടാണ് വരുന്നത്. ഇനി അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയി വെക്കുകയാണെങ്കിലും എന്ത് ചെയ്യും? പറ്റും. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് അല്ലെ ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ വെക്കുവാണെങ്കിലും ഇങ്ങനെ പോവാണെങ്കിലും എന്താവും? കറക്റ്റ് ആയിട്ട് വരും. ക്ലിയർ ആയല്ലോ? ഇനി ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ? അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കാം. ദ ടോപ്പ് വെർട്ടെക്സ് ഓഫ് 3 ട്രയാങ്കിൾ ലൈൻ ഇൻ 3 സെന്റിമീറ്റർ ഫ്രം ദി ബേസ് അല്ലെ? പിന്നെ 3 സെന്റിമീറ്റർ ഹൈറ്റിലാണെന്നും പിന്നെ എന്ത് പറഞ്ഞു? അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ദ വെർട്ടിക്കുലർ ലൈൻ പാരലൽ ടു ദി ബേസ് അല്ലെ? ഇത് മറ്റേ ബേസ് പാരലലും കൂടിയാണ്. അതിന്റെ ഡിസ്റ്റൻസ് 3 ഫ്രം ഇറ്റ്. ഇതിന്റെ ഡിസ്റ്റൻസ് 3 കൂടിയായിട്ട് പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞതിനെ ഒന്ന് എഴുതിയിരുന്നു. ഇനി വേറൊരു ക്വസ്റ്റ്യൻ. ഹൗ മെനി ഡിഫറെന്റ് ട്രയാങ്കിൾ ക്യാൻ ഡ്രോ വിത്ത് വൺ സൈഡ് 9 സെന്റിമീറ്റർ ആൻഡ് ഏരിയ എത്രയാണ്? 18. നേരത്തെ പോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ ഏരിയ 18ഉം അല്ലെ ബേസ് ഞാൻ 9 എടുത്തു ഇൻറ്റു ഹൈറ്റ് ഈക്വൽ. അപ്പൊ ഞാൻ ഇവിടെ 1/2 ഹൈറ്റിനെ അവിടെ നിർത്തി, ആ 9 അങ്ങോട്ട് കൊണ്ടുപോയി 8/9. അപ്പൊ എന്താവും? 1/2 ന്റെ ഹൈറ്റ് എത്രയായി? 2 ആയി അല്ലെ? 18/9. ഇനി 2 അങ്ങോട്ട് കൊണ്ടുപോയി, അപ്പൊ ഹൈറ്റ് ഈക്വൽ ടു 2 × 2 എത്രയായി? 4 ആയി. അപ്പൊ ഹൈറ്റ് 4 ആയി കഴിഞ്ഞ ട്രയാങ്കിൾ എത്രണ്ണം വരക്കാൻ പറ്റും? നേരത്തെ പോലെ ഇൻഫിനിറ്റി ആണോ അല്ലെ? 9 വരച്ചു, പിന്നെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ എത്രയും 4 കൊടുത്തു. പിന്നെ നമുക്ക് ഇങ്ങനെ നേരത്തെ വരച്ചത് പോലെ ഇങ്ങനെ കുറെ വരക്കാൻ പറ്റും അല്ലെ? ഇതേപോലെ കുറെ വരക്കാൻ പറ്റും. ഞാൻ ലൈൻസുകൾ തമ്മിൽ യോജിപ്പിച്ച ഒരു പാരലൽ ലൈൻസ് ആയിട്ട് വരുന്നുണ്ടെയും ചെയ്യും. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഹൈറ്റ് എന്തായി മാറി? 4 ആയി. അപ്പൊ കിട്ടിയ രീതി ഇങ്ങനെയാണ് എന്ന് മാത്രം. ശരിയല്ലോ? ഞാൻ ഈ ക്വസ്റ്റിന് ഒരു കണ്ടീഷൻ കൂടി തീർക്കാൻ പോവാണ്. എന്താ കണ്ടീഷൻ? We have drawn many triangle with a base 9 centimeter and area 8 square centimeter. What if it further specified the length? Another one, it should be 6 centimeter. ഒരു ലെങ്ത് എന്തായാലും 6 സെന്റിമീറ്റർ ആകണം എന്ന് കണ്ടീഷൻ. ഒരു ട്രയാങ്കിൾ ഒന്നുമില്ല, കോമ്പസ് എടുക്കുക, ഒരു 6 സെന്റിമീറ്റർ എടുക്കുക, എന്നിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിട്ട് ഇങ്ങനെ നീറ്റ് വരച്ച് ഇങ്ങനെ ഒന്ന് വരച്ചിടുക. അപ്പൊ അതെങ്ങനെ വരക്കാം നമുക്ക് നോക്കാം അല്ലെ? അപ്പൊ ഇതാണ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ കിട്ടുക. അപ്പൊ ആദ്യം എന്ത് ചെയ്തു? ഒരു AB എന്ന ലൈൻ വരച്ചു അല്ലെ? എന്നിട്ട് എന്ത് ചെയ്തു? ഒരു പാരലൽ 4 സെന്റിമീറ്റർ ഹൈറ്റിൽ ഒരു ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ആർക്ക് വരച്ചിട്ട്. അപ്പൊ കറക്റ്റ് എങ്ങനെ വരക്കാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്തു? 9 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചു. അതിനെന്ത് കൊടുത്തു? AB എന്ന് പേര് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ 9 സെന്റിമീറ്ററിന്റെ അബവ് ഒരു 4 സെന്റിമീറ്റർ ഹൈറ്റിൽ ഒരു പാരലൽ ലൈൻസ് വരച്ചു. അപ്പൊ ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 4 സെന്റിമീറ്റർ ആണ്. മൊത്തം ഹൈറ്റ് ഒരു 4 എന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് കോമ്പസിൽ ഒരു 6 സെന്റിമീറ്റർ എടുത്ത് എയിൽ നിന്ന് ഒരു ആർക്ക് വരച്ചു. അത് ആ പാരലൽ ലൈൻസ് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ആർക്ക് വരച്ചു. ആ പോയിന്റിന് എന്ത് കൊടുത്തു? C എന്ന് പേര് കൊടുത്തു. എന്നിട്ട് എന്ത് അവിടെ 6 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. എന്നിട്ട് AC എന്നൊരു ലൈൻ നീട്ടി വരച്ചു. അടുത്ത സ്റ്റെപ്പ് എന്താ? B നിന്ന് C യിലേക്ക് ഒരു നീട്ടി വരച്ചു.
ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു, എ ബി സി എന്നൊരു ട്രയാങ്കിൾ ഫോം ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അത് ഷെയ്ഡ് ചെയ്തു. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ് 4, 5 centimeter, 6 centimeter. Draw a right angle triangle with a same area. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? 4ഉം 5ഉം സെന്റിമീറ്ററിൽ ഒരു ട്രയാങ്കിൾ വരക്കാൻ ബുദ്ധിമുട്ടില്ല. ആദ്യം എന്ത് ചെയ്യുക? ഒരു 6 centimeter ഒരു ട്രയാങ്കിൾ ബേസ് വരച്ചു, എ ബി. ഇനി എന്ത് ചെയ്തു? 4 centimeter ആർക്ക് എടുത്ത് ഇങ്ങോട്ട് ആർക്ക് വരച്ചു, ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ട് ആർക്ക് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ ട്രയാങ്കിൾ വരച്ചു. ഇവിടെ അത് 4 ആണ്, ഇതെന്താണ്? 5 ആണ്. എന്നിട്ട് എ ബിക്ക് പാരലൽ ആയിട്ട് ഇങ്ങോട്ട് വരച്ചു, സെറ്റ് സ്ക്വയർ എടുത്ത് വരച്ചു. നമുക്ക് കറക്റ്റ് വരക്കുന്ന രീതി കാണിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അപ്പൊ ബി ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഇങ്ങനെ വരച്ച് ഇതിനൊരു പി എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ നീട്ടിയാണ് വരയ്ക്കുക. അപ്പൊ എങ്ങനെ കറക്റ്റ് വരക്കാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യുക? ഒരു 6 centimeter ഒരു ലൈൻ വരക്കുക. അതിന് എന്ത് പേര് കൊടുക്കുക? എ ബി എന്ന് പേര് കൊടുക്കുക. എ ബി എന്ന് പേര് കൊടുത്തു. എന്നിട്ട് 6 centimeter മാർക്ക് ചെയ്തു. കോമ്പസിൽ 4 centimeter എടുത്ത് എന്ത് ചെയ്തു? എയിൽ നിന്ന് ഒരു ആർക്ക് വരക്കുക. അടുത്ത കോമ്പസിൽ നിന്ന് 5 centimeter എടുത്തിട്ട് ബിയിൽ നിന്ന് ഒരു ആർക്ക് വരക്കുക. ഈ രണ്ട് ആർക്കുകളും ഇന്റർസെക്ട് ചെയ്ത പോയിന്റിന് എന്ത് കൊടുക്കുക? സി എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് എ സി എന്നൊരു ലൈൻ യോജിപ്പിക്കുക. അതേപോലെ എന്ത് ചെയ്യുക? ബി സി എന്ന ലൈനും എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. അവിടെ എ സി എന്ത് കൊടുക്കുക? 4 centimeter ഒന്ന് മാർക്ക് ചെയ്യുക. ബി സിയും എത്ര? 5 centimeter മാർക്ക് ചെയ്യുക. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് എ ബിക്ക് ഒരു പാരലൈൻ വരക്കാണ്. ഇതിലൂടെ സിയിലൂടെ വരക്കാൻ പോവുക. അപ്പൊ സെറ്റ് സ്ക്വയർ സ്കെയിൽ വെക്കുന്ന രീതി ഒന്ന് നോക്കുക. എ ബിക്ക് പാരലായിട്ട് സിയിലൂടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു പാരൽ ലൈൻസ് വരച്ചു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ഫോം ചെയ്യേണ്ടത്. ഒരു ആംഗിൾ എത്ര? 90 ആയിരിക്കണം. അതിനുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ബിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരക്കാൻ പോവുക. അപ്പൊ സെറ്റ് സ്ക്വയർ എടുത്താൽ മതി പെർപെൻഡിക്കുലർ വരക്കാൻ. സെറ്റ് സ്ക്വയർ എടുത്ത് ഞാൻ എന്ത് ചെയ്തു? ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഇനി പാരൽ ലൈൻസും അതേപോലെ പെർപെൻഡിക്കുലർ ലൈനും ടച്ച് ചെയ്ത പോയിന്റ് ഡി എന്ന് പേര് കൊടുക്കുക. ഇനി എന്ത് ചെയ്യാന്? എയിൽ നിന്ന് ഡിയിലേക്ക് ഒരു ലൈൻ യോജിപ്പിക്കുക. അപ്പൊ നമുക്ക് ട്രയാങ്കിൾ ഫോം ചെയ്തു. ഇനി ആ ബി ഉണ്ടാവുന്ന ആംഗിൾ 90 അല്ലേ എന്ന് ഉറപ്പ് വരുത്തുക. കാരണം നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചതാണ്. അപ്പൊ 90 ഡിഗ്രി ആണെന്ന് അവിടെ നിന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ഷെയ്ഡ് ചെയ്ത് നമുക്ക് ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഷെയ്ഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ നമ്മൾ പറഞ്ഞ അളവിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചു. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Draw a triangle of sides 4, 5, 6 centimeter. Draw an isosceles triangle with the same area. അപ്പൊ നേരത്തെ വരച്ച അതേപോലെ തന്നെയാണ്. ആദ്യം നമ്മൾ ട്രയാങ്കിൾ ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യുക? അല്ലെ, എ ബി സി എന്ന് പേരിട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ 6, ഇവിടെ 4, ഇവിടെ 5. എന്നിട്ട് ഇതിന്റെ പാരലൈൻസ് വരച്ചു. നമ്മൾ ഐസോസെൽസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് എ ബിക്ക് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുക. അപ്പൊ എ ബിയുടെ പകുതിയിൽ കൂടുതൽ ഹാഫ് ആൻഡ് മോർ എടുത്തിട്ട് എന്ത് ചെയ്യാം? ഇങ്ങോട്ട് ആർക്ക് വരച്ച് ഇങ്ങനെ വരക്കുന്ന പെർപെൻഡിക്കുലർ ഇങ്ങനെ വരച്ചു. എന്നിട്ട് ഈ ടച്ച് ചെയ്ത പോയിന്റ് കൂടി നീട്ടി ഇങ്ങനെ വരക്കുക. നമ്മൾ കറക്റ്റ് എങ്ങനെ വരക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യുക? ഒരു 6 centimeter ഒരു ലൈൻ വരക്കുക. അതിനെന്ത് പേര് കൊടുക്കുക? എ എന്നും അതേപോലെ ബി എന്നും പേര് കൊടുക്കുക. എന്നിട്ട് എയിൽ നിന്ന് ഒരു 4 centimeter ഒരു ആർക്ക് വരക്കുക. അതേപോലെ ബിയിൽ നിന്ന് ഒരു 5 centimeter ഒരു ആർക്ക് വരക്കുക. ഈ രണ്ട് ആർക്കുകളും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന് എന്ത് കൊടുക്കുക? സി എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് എ സി എന്നൊരു ലൈൻ യോജിപ്പിക്കുക. അതേപോലെ എന്ത് ചെയ്യുക? ബി സി എന്നൊരു ലൈനും എന്ത് ചെയ്യാം? യോജിപ്പിക്കുക. അപ്പൊ ട്രയാങ്കിൾ എ ബി സി കിട്ടി. അതിന് എന്ത് കൊടുക്കുക? എ സിക്ക് ഒരു 4 centimeter, ബി സിക്ക് ഒന്ന് 5 കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം അടുത്തത്? അല്ലെ, ഈ ട്രയാങ്കിൾ എ ബി സിക്ക് ഈക്വൽ ഏരിയ വരുന്ന ഒരു ഐസോസെലസ് ട്രയാങ്കിൾ വരക്കാനാ പറഞ്ഞിട്ടില്ല. അപ്പൊ എ ബിക്ക് എന്ത് ചെയ്യുക? ഒരു പാരൽ ലൈൻ വരക്കുക. എ ബിക്ക് എന്ത് ചെയ്യാം? സൈഡ് ഉപയോഗിച്ചൊരു സിയിലൂടെ ഒരു പാരൽ ലൈൻ വരച്ചു. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അപ്പൊ നമുക്ക് എന്താണ്? ഐസോസെലസ് ട്രയാങ്കിൾ ആണ് വരക്കാൻ പോകുന്നത്. അപ്പൊ എ ബിയുടെ മിഡ് പോയിന്റ് വെച്ച് രണ്ട് സൈഡ് ഈക്വൽ ആകണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? എ ബി എന്ന സൈഡിന്റെ പകുതിയിൽ കൂടുതൽ ഹാഫ് ഓർ മോർ എടുത്ത് എയിൽ നിന്ന് ഒരു ആർക്ക് വരച്ചു മുകളിലോട്ട്. അതേപോലെ എയിൽ നിന്ന് താഴോട്ടും ഒരു ആർക്ക് വരച്ചു. അടുത്ത സ്റ്റെപ്പ് എന്താ? ബിയിൽ നിന്നും ഒരു ആർക്ക് മുകളിലോട്ട് വരച്ചു. അതേപോലെ എന്ത് ചെയ്തു? ഞാൻ താഴോട്ടും ഒരു ആർക്ക് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ഈ പെർപെൻഡിക്കുലർ ലൈന് നീട്ടി വരച്ചു. ഈ പെർപെൻഡിക്കുലർ നീട്ടി വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഈ പാരലൽ ലൈൻ കൂടി ടച്ച് ചെയ്യുന്നുണ്ട്. ആ പോയിന്റിന് ഡി എന്ന് പേര് കൊടുത്തു. ഇവിടെ ആർക്കുകളോ പെർപെൻഡിക്കുലർ ലൈൻസ് ഒന്നും മായ്ക്കാൻ പാടില്ല.
അത് ഞാൻ ഇവിടെ മായ്ച്ചു എന്നുള്ളൂ, എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് എ ഡിയും ബി ഡിയും തമ്മിൽ എന്ത് ചെയ്യുക, ഒന്ന് യോജിപ്പിക്കുക. അപ്പൊ ട്രയാങ്കിൾ എ ബി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. ആരുമായിട്ട്? ട്രയാങ്കിൾ എ ബി സിയുടെ ഈക്വൽ ഏരിയ വരുന്ന ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞു. എന്നിട്ട് ആ ഭാഗം ഒന്ന് ഷെയ്ഡ് ചെയ്യുക. അപ്പൊ ഇവിടെ വരക്കുന്ന പെർപെൻഡിക്കുലർ ലൈനും ഒന്നും മായ്ച്ചു കളയരുത്, അതേപോലെ തന്നെ നിൽക്കണം. കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അത് മായ്ച്ചു കളഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. ഡ്രോ ആൻ triangle of side 4, 5, 6 centimeter. Draw another triangle of the same base and area of the left side is 7 centimeter. ഇതിനെ വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. Draw a triangle of side 4, 5, 6 centimeter. Draw a triangle of side 7 centimeter with the same area. ഒന്നുമില്ല, നമുക്ക് ഇവിടെ 5ഉം 6ഉം 7 അല്ല 6ഉം ആണുള്ളത്. അപ്പൊ ഒരു സൈഡ് 7 ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ വരച്ച പോലെ ട്രയാങ്കിളിനെ ഇങ്ങനെ വരച്ചില്ല. അപ്പൊ ഇവിടെ C എന്ന് കൊടുത്തു, ഇവിടെ 4 എടുത്തു, ഇവിടെ 5 എടുത്തു, 6. ഈ എ ബിക്ക് എന്ത് ചെയ്യുക, ഒരു പാരലൈൻ വരക്കുക. ഇതൊക്കെ നമ്മൾ നേരത്തെ വരച്ച സെയിം പാറ്റേൺ തന്നെ. കോമ്പസിൽ എന്ത് ചെയ്യുക, ഒരു 7 സെന്റിമീറ്റർ എടുത്ത് എയിൽ നിന്ന് ഒരു ആർക്ക് ഇങ്ങോട്ട് വരക്കുക. എന്നിട്ട് നീട്ടിന് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ ആയി. ഇതായിരിക്കും നമ്മൾ 7 സെന്റിമീറ്റർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ട് വരക്കുന്ന രീതി നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യുക, ഒരു 6 സെന്റിമീറ്ററിന് ഒരു ലൈൻ വരക്കുക. അതിന് ഫസ്റ്റ് പോയിന്റിന് എ എന്നും സെക്കൻഡ് പോയിന്റിന് ബി എന്നും പേര് കൊടുക്കുക. അവിടെ എന്താ 6 സെന്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. എയിൽ നിന്ന് ഒരു 4 സെന്റിമീറ്റർ ആർക്ക് വരക്കുക. ബിയിൽ നിന്നും എന്ത് ചെയ്യുക, 5 സെന്റിമീറ്റർ ആർക്ക് വരക്കുക. നേരത്തെ വരച്ച ട്രയാങ്കിൾ തന്നെയാണ് വീണ്ടും വീണ്ടും വരക്കുന്നത്, മാറ്റൊന്നുമില്ല. ഈ രണ്ട് ആർക്കുകൾ ഇന്റർസെക്ട് ചെയ്ത പോയിന്റിന് സി എന്ന് പേര് കൊടുക്കുക. എയിൽ നിന്ന് സിയിലേക്ക് നീട്ടി ലൈൻ യോജിപ്പിക്കുക. അതേപോലെ ബിയിൽ നിന്ന് സിയിലേക്കും എന്ത് ചെയ്യുക, ലൈൻ യോജിപ്പിക്കുക. എ സിക്ക് എത്ര കൊടുക്കുക, 4 സെന്റിമീറ്റർ. ബി സിക്ക് എത്ര കൊടുക്കുക, 5 സെന്റിമീറ്റർ. ഇനി നമ്മൾ ഈ എ ബിക്ക് ഒരു പാരലൈൻ വരക്കാണ്. ഇതിലൂടെ സിയിലൂടെയാണ് പാരലൈൻ വരക്കുന്നത്. അപ്പൊ സിയിലൂടെ ഒരു പാരലൈൻ വരച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് നമ്മുടെ, അല്ലെ, ഈ എ ബി സിക്ക് ഈക്വൽ ഏരിയ വരുന്ന ഒരു ട്രയാങ്കിൾ വരക്കണം. അതിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ 7 സെന്റിമീറ്റർ ആയിരിക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ കോമ്പസിൽ എന്ത് ചെയ്യുക, ഒരു 7 സെന്റിമീറ്റർ സെലക്ട് ചെയ്യുക. എന്നിട്ട് എയിൽ നിന്ന് ഒരു ആർക്ക് വരക്കുക. ആ പാരലൈൻസ് കടന്നു പോകുന്നത് വരെ ഒന്ന് വരക്കുക. ആ ടച്ച് ചെയ്ത പോയിന്റ് എന്ന് കൊടുക്കുക, ഡി എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എ ഡി എന്നൊരു ലൈൻ ഒന്ന് യോജിപ്പിക്കുക. പിന്നെ എന്ത് ചെയ്യുക, ബി ഡി എന്ന ലൈൻ ഒന്നും യോജിപ്പിക്കുക. അപ്പൊ എ ഡിക്ക് ലെങ്ത് എത്രയാണ്, 7 സെന്റിമീറ്റർ. അപ്പൊ വരച്ച ട്രയാങ്കിൾ നിന്ന് എന്ത് ചെയ്യുക, ഷെയ്ഡ് ചെയ്യുക. അപ്പൊ പറഞ്ഞ അളവില് ഇല്ല, ട്രയാങ്കിൾ എ ബി സിക്ക് ഈക്വൽ ഏരിയ വരുന്ന ട്രയാങ്കിൾ എ ബി ഡി വരച്ചു കഴിഞ്ഞു അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഭാഗം ഷെയ്ഡ് ചെയ്യുക. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ആദ്യം ട്രയാങ്കിൾ എ ബി സി വരച്ചു, ഒരു സൈഡ് 7 സെന്റിമീറ്റർ ആക്കി വരച്ചു. അപ്പൊ ട്രയാങ്കിൾ എ ബി ഡി എന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രോ എ ട്രയാങ്കിൾ ഹാവിംഗ് സെയിം സൈഡ് 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ ആൻഡ് 7 സെന്റിമീറ്റർ. ഡ്രോ എൻ ഐസോസ്ലസ് ട്രയാങ്കിൾ ഓഫ് സെയിം ഏരിയ ഹാവിംഗ് വൺ സൈഡ് ഇസ് 7. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ 5, 6, 7 ആണ് ട്രയാങ്കിളിന്റെ സൈഡ്. ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ വരക്കാൻ പറഞ്ഞതും അതിന്റെ സൈഡ് എത്രയാണ്, 7 ആണ്. അപ്പൊ ഈ 7ഉം ഈ 7ഉം ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. അപ്പൊ ആദ്യം ബേസ് ആക്കി ആരെടുത്താൽ മതി, നമ്മൾ 7 എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ട്രയാങ്കിൾ വരക്കാം. പിന്നെ നമ്മൾ നേരത്തെ വരച്ച പോലെ ഇവിടെ 5 അല്ലെങ്കിൽ ഇവിടെ 5ഉം ഇവിടെ 6ഉം. എന്നിട്ട് എ ബി ഈ ലൈനിന് എന്ത് ചെയ്യുക, ഒരു പാരലൈൻ ആയിട്ട് വരക്കുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും എ ബിക്ക് ഇങ്ങനെ നീട്ടി വരച്ച് അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ എന്ത് ചെയ്യും, ഫോം ചെയ്യും. നമ്മൾ കറക്റ്റ് എങ്ങനെ വരക്കാമെന്ന് നോക്കാം. ഇവിടെ നമ്മളെ ക്വസ്റ്റ്യൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ 5, 6, 7 സെന്റിമീറ്റർ ഒരു ട്രയാങ്കിൾ വരക്കാൻ പറഞ്ഞു. അതിനുശേഷം ഒരു 7 സെന്റിമീറ്റർ ഉള്ള ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ വരക്കാൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം 5, 6, 7 എന്നാണ് ഒരു ട്രയാങ്കിൾ വരക്കാൻ പറഞ്ഞാൽ അതിനകത്ത് വന്നിട്ടുണ്ട് ആര്, 7 വന്നിട്ടുണ്ട്. ആ 7 നമ്മൾ ബേസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തിരുന്നു അല്ലെ. അതിന് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ വരച്ചിരുന്നു. ആ പാറ്റേണിലേക്ക് നമ്മൾ എത്തിപ്പെടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം എന്ത് ചെയ്തു, ബേസ് എന്താക്കി 7 സെന്റിമീറ്റർ ആക്കി എടുത്തു. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക, ഒരു 7 സെന്റിമീറ്റർ എന്ത് ചെയ്യുക, ഒരു ലൈൻ വരക്കുക. അതിന് എ ബി എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ 7 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. കോമ്പസിൽ എന്ത് ചെയ്യുക, 5 സെന്റിമീറ്റർ എടുത്ത് എയിൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുക. അതേപോലെ ബിയിൽ നിന്ന് 6 സെന്റിമീറ്റർ എടുത്ത് ഒരു ആർക്ക് വരയ്ക്കുക. ഈ രണ്ട് ആർക്കുകൾ ഇന്റർസെക്ട് ചെയ്ത പോയിന്റിന് എന്ത് കൊടുക്കുക, സി എന്ന് പേര് കൊടുക്കുക. അപ്പൊ ലൈൻ എ സി എന്ന് മാർക്ക് ചെയ്യുക. അതേപോലെ അല്ലെ ബി സി എന്നും മാർക്ക് ചെയ്യുക.
അപ്പൊ എ സി എത്രയാണ് 5 സെന്റിമീറ്റർ ആണ്, ബി സി എന്ന് പറഞ്ഞാൽ 6 സെന്റിമീറ്റർ ആണ് കിട്ടിയത്. അപ്പൊ പറഞ്ഞ ഒരു ട്രയാങ്കിൾ വരച്ചു. ഇനി എ ബിക്ക് പാരലൽ ആയിട്ട് സിയിലൂടെ ഒരു പാരലൈൻസ് വരക്കണം. അപ്പൊ സെക്സ് സ്ക്വയർ ഒക്കെ എടുത്ത് എന്ത് ചെയ്തു, ഒരു സിയിലൂടെ ഒരു പാരലൈൻ വരച്ചു. അപ്പൊ നമ്മൾ പാരലൈൻ വരച്ചു കഴിഞ്ഞു. ഇനി അടുത്ത പ്രൊസീജിയർ എന്താ, നമുക്കൊരു ഐസോസസ് ട്രയാങ്കിൾ വരക്കണം. അതിന് വേണ്ടിയിട്ട് എ ബി എന്ന ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ മതി. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം, എയിൽ നിന്ന് ഒരു പകുതിയിൽ കൂടുതൽ ഹാഫ് ഓർ മോർ ലെങ്ത് എടുത്ത് എന് മുകളിലോട്ട് ഒരു ആർക്ക് വരക്കുക. അതേപോലെ എയിൽ നിന്ന് താഴോട്ടും ഒരു ആർക്ക് വരക്കുക. അതേപോലെ ബിയിൽ നിന്നും എന്ത് ചെയ്യുക, മുകളിലോട്ട് ഒരു ആർക്ക് വരക്കുക. അതേപോലെ താഴോട്ടും എന്ത് ചെയ്യുക, ഒരു ആർക്ക് വരക്കുക. ഈ രണ്ട് ആർക്കുകൾ ഇന്റർസെക്ട് ചെയ്ത പോയിന്റിലൂടെ എന്ത് ചെയ്യുക, ഒരു ലൈൻ വരക്കുക. വരച്ചല്ലോ. അപ്പൊ നമ്മൾ ആ പാരൽ ലൈനും ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറോടും കൂട്ടിമുട്ടിയ ഒരു ബിന്ദു ഉണ്ട് അല്ലെ, പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ എന്ത് കൊടുക്കുക, ഡി എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എ നിന്ന് ഡിയിലേക്ക് ഒരു ലൈൻ യോജിപ്പിക്കുക. ബി നിന്ന് ഡിയിലേക്കും എന്ത് ചെയ്യുക, ലൈൻ യോജിപ്പിക്കുക. അപ്പൊ പറഞ്ഞ പോലെ എ ബി ഡി എന്നൊരു ഐസോസ്ലസ് ട്രയാങ്കിൾ ഫോം ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഒന്ന് ഷെയ്ഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടി, എ ബി സി എന്ന ഒരു ട്രയാങ്കിളിന്റെ ഈക്വൽ ഏരിയ വരുന്ന ഒരു ഐസോസസ് ട്രയാങ്കിൾ വരച്ചു. അതിന്റെ ഒരു സൈഡ് എത്ര കിട്ടി, 7 സെന്റിമീറ്റർ കിട്ടി. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, ഹോംവർക്ക് ഒന്ന് ചെയ്ത് നോക്കുക. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. പേജ് നമ്പർ 9. എന്താണ്, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ് 3, 4 and 6 centimeter. Draw the different right triangle of the same area. അപ്പോൾ 3, 4, 5 അല്ല, ട്രയാങ്കിൾ 3, 4, 6 ട്രയാങ്കിൾ വരക്കാൻ ബുദ്ധിമുട്ടില്ല നമുക്കത്. എന്നിട്ട് എന്ത്, ഡിഫറെന്റ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് വരക്കാനാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എ ബിക്ക് ഒരു പാരൽ ലൈൻ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ഈ ട്രയാങ്കിൾ. അപ്പൊ കറക്റ്റ് എങ്ങനെ വരക്കാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്തു, ഒരു 3 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരക്കാം. അതിന് എ എന്നും ബി എന്നും പേര് കൊടുക്കാം. അവിടെ 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. കോമ്പസ് എന്ത് ചെയ്തു, ഒരു 4 സെന്റിമീറ്റർ എടുത്ത് ഒരു ആർക്ക് വരക്കുക. അതേപോലെ ബിയിൽ നിന്ന് ഒരു 6 സെന്റിമീറ്റർ എടുത്ത് ബിയിൽ നിന്ന് ആർക്ക് വരക്കുക. അപ്പൊ ബിയിൽ നിന്ന് എന്താ വരക്കേണ്ടത്, 6 സെന്റിമീറ്ററിൽ ഒരു ആർക്ക് വരക്കണം. ഈ രണ്ട് ആർക്കിൽ ഇന്റർസെക്ട് ചെയ്ത പോയിന്റിൽ എന്ത് കൊടുക്കുക, സി എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് എയിൽ നിന്ന് സിയിലേക്ക് ഒരു നീട്ടി വരക്കുക. അടുത്ത സ്റ്റെപ്പ് എന്താ, ബിയിൽ നിന്ന് സിയിലേക്കും എന്ത് ചെയ്യുക, നീട്ടി വരക്കുക. അവിടുത്തെ സെന്റിമീറ്റർ എത്രയാണ്, 6 സെന്റിമീറ്റർ. അടുത്ത എന്താണ്, എ ബിക്ക് പാരലൽ ആയിട്ട് ഒരു സിയിലൂടെ ഒരു പാരലൈൻസ് വരക്കുക. ഒരു പാരലൈൻ വരച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, അപ്പൊ പാരലൈൻ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊരു പെർപെൻഡിക്കുലർ കിട്ടണം. അതിന് നമ്മൾ നേരത്തെ വരച്ചിരുന്നു ബിയിലൂടെ ഒരു പെർപെൻഡിക്കുലർ വരച്ചിരുന്നു. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് എയിലൂടെയാണ് ഒരു പെർപെൻഡിക്കുലർ വരക്കുന്നത്. അപ്പൊ എയിൽ സെറ്റ് സ്ക്വയർ വെച്ച് എന്ത് ചെയ്തു, ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ആ പെർപെൻഡിക്കുലർ ലൈനും അതേപോലെ സി എന്ന പാരലൈനും ടച്ച് ചെയ്യുന്ന തമ്മിൽ പി എന്ന പേര് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, എ ബി എന്ന ലൈനിൽ വരച്ചു. എന്ത് ചെയ്തു, പിയിലൂടെ ബിയിലൂടെ ഒരു നീട്ടി ലൈൻ വരച്ചു. അപ്പൊ എന്ത് കിട്ടി, എ ബി പി എന്നൊരു ട്രയാങ്കിൾ ഫോം ചെയ്തു. ആ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്ര ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അതൊന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ ട്രയാങ്കിൾ ഒന്ന് എ പി ബി എന്ന ട്രയാങ്കിൾ എന്ത് ചെയ്തു, ഒന്ന് ഷെയ്ഡ് ചെയ്തു. അപ്പൊ നമ്മൾ പറഞ്ഞ അളവില് അല്ലെ, എ ബി സിക്ക് ഈക്വൽ ആയിട്ട് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചു. ഇതിനെ ഡിഫറെന്റ് ആയിട്ട് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് വരക്കാനാ പറഞ്ഞിട്ടുള്ളത്. മറ്റു രീതി എങ്ങനെ വരക്കാമെന്ന് നോക്കാം. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ബി സിക്ക് ആദ്യം എ ബി സി എന്ന ട്രയാങ്കിൾ വരക്കുക. എന്നിട്ട് ബി സിക്ക് ഒരു പാരലൈൻ വരക്കുക ഇങ്ങനെ. എന്നിട്ട് എന്ത് ചെയ്യുക, എ അല്ലെ ബി സിക്ക് ഒരു പെർപെൻഡിക്കുലർ വരക്കുക. അപ്പൊ കിട്ടുന്ന ട്രയാങ്കിളിന്റെ ഫോം ഇങ്ങനെയാണ്. ഇത് കറക്റ്റ് എങ്ങനെ വരക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്ത് ചെയ്യുക, 3 സെന്റിമീറ്റർ ഒരു ലൈൻ വരക്കുക. പിന്നെ എ എന്നും അതേപോലെ ബി എന്നും പേര് കൊടുക്കുക. എന്നിട്ട് എയിൽ നിന്ന് ഒരു 4 സെന്റിമീറ്ററിൽ ഒരു ആർക്ക് വരക്കുക. ആർക്ക് വരച്ച അതേ ത്രികോണം തന്നെയാണ്, യാതൊരു മാറ്റമൊന്നുമില്ല. ബിയിൽ നിന്ന് ഒരു 6 സെന്റിമീറ്റർ ആർക്ക് വരക്കുക. ലെങ്ത് എടുത്തുള്ള ഒരു ആർക്ക് വരക്കുക. രണ്ട് ഇന്റർസെക്ട് ചെയ്ത പോയിന്റിന് എന്ത് കൊടുക്കുക, സി എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് എയിൽ നിന്ന് സിയിലേക്ക് നീട്ടി വരക്കുക. ബി നിന്ന് സിയിലേക്കും എന്ത് ചെയ്യുക, നീട്ടി വരക്കുക. എ സിയുടെ ലെങ്ത്തിന് എന്ത് കൊടുക്കുക, 4 സെന്റിമീറ്റർ. ബി സിയുടെ ലെങ്ത്തിന് എന്ത് കൊടുക്കുക, 6 സെന്റിമീറ്റർ. നേരത്തെ നമ്മൾ വരച്ചിരുന്നത് അല്ലെ, ഏതിലായിരുന്നു, എ ബിക്ക് പാരലൽ ആയിട്ടായിരുന്നു നമ്മൾ വരച്ചിരുന്നത്. ഇവിടെ നമ്മൾ ബി സിക്ക് പാരലൽ ആയിട്ട് എയിലൂടെയാണ് പാരലൈൻ. ഡിഫറെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞത് കൊണ്ടാണ്. ബി സിക്ക് പാരലൽ ആയിട്ട് എയിലൂടെ ഒരു പാരലൈൻ വരക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യാ, ബി സിയിൽ സെറ്റ് സ്ക്വയർ ഒക്കെ വെച്ച് എന്ത് ചെയ്തു അല്ലെ, എയിലൂടെ ഒരു പാരലൈൻ വരച്ചു.
അടുത്ത നീ ബുദ്ധിമുട്ടില്ല, ബിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ പോലെ ബിയിലേക്ക്. അപ്പൊ ബിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു ആ പാരലൽ ലൈനിലേക്ക്. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ആ കൂട്ടിമുട്ടിയ ബിന്ദുവിന് ആ പോയിന്റിന് എന്ത് കൊടുക്കുക, ക്യൂ എന്ന പേര് കൊടുക്കുക. എന്ത് ചെയ്യും, മതി ബി ക്യൂ അതേപോലെ ക്യൂ സി എന്ന് യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ട്രയാങ്കിൾ ഫോം ചെയ്യും. സി ക്യൂ ബി എന്ന ട്രയാങ്കിൾ. അപ്പൊ ട്രയാങ്കിൾ എ ബി സിക്ക് ഈക്വൽ ഏരിയ വരുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൂടി വരച്ചു കഴിഞ്ഞു അല്ലെ. അവിടെ ആംഗിൾ ഒക്കെ മെഷർ ചെയ്തു, ഒന്ന് ഷെയ്ഡ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞ മെഷർമെന്റിൽ വരച്ചു കഴിഞ്ഞു. നമ്മൾ ആദ്യം വരച്ചത് എക്ക് പെർപെൻഡിക്കുലർ, എ ബിക്ക് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ എ ബിക്ക് പാരലൽ ആയിട്ട് സി ഇവിടെ വരച്ചിരുന്നു. ഇവിടെ ബി സിക്ക് പാരലൽ ആയിട്ട് എയിലൂടെ വരച്ചു. അടുത്ത മെത്തേഡ് എന്തായിരിക്കും അല്ലെ, എ സിക്ക് പാരലൽ ആയിട്ട് ബിയിലൂടെ ഒരു പാരലൽ ലൈൻ വരച്ചാൽ മതി. ട്രയാങ്കിൾ എ ബി സി വരക്കാം. നമ്മൾ ആദ്യം വരച്ചത് എ ബിക്ക് പാരലൽ ആയിരുന്നു, ബി സിക്ക് പാരലൽ ആയിരുന്നു. എ സിക്ക് പാരലൽ ആയിട്ട് ബിയിലൂടെ ഒരു വരക്കാം. എന്നിട്ട് എയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരക്കാം. ഈ രീതിയിലേക്ക് വരും. അപ്പൊ കറക്റ്റ് എങ്ങനെ വരക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യാം, ഒരു 3 സെന്റിമീറ്റർ ഒരു ലൈൻ വരക്കാം. അതിനെന്ത് കൊടുക്കുക, എ ബി എന്ന പേര് കൊടുക്കുക. ഇനി എയിൽ നിന്ന് ഒരു 4 സെന്റിമീറ്റർ ഒരു ആർക്ക് വരക്കുക. അതേപോലെ ബിയിൽ നിന്ന് ഒരു 6 സെന്റിമീറ്റർ ഉള്ള ഒരു ആർക്ക് വരക്കുക. ഈ രണ്ട് ആർക്കുകളും ജോയിൻ ചെയ്ത പോയിന്റിന് എന്ത് കൊടുക്കുക, സി എന്ന പേരും കൊടുക്കുക. അപ്പൊ സി എന്ന പോയിന്റ് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, എ സി എന്ന ലൈൻ യോജിപ്പിക്കുക. അതേപോലെ ബി സി എന്നൊരു ലൈൻ യോജിപ്പിക്കുക. എ സിയുടെ മെഷർമെന്റ് എത്ര ആയിരിക്കും, 4 സെന്റിമീറ്റർ. ബി സിയുടെ മെഷർമെന്റ് എത്ര ആയിരിക്കും, 6 സെന്റിമീറ്റർ. നമ്മൾ ആദ്യം വരച്ചത് എ ബിക്ക് പാരലൽ ആയിരുന്നു എ സിയിലൂടെ വരച്ചത്, ബി സിക്ക് പാരലൽ ആയിട്ടാണ് എയിലൂടെ വരച്ചത്. എ സിക്ക് പാരലൽ ആയിട്ട് ബിയിലൂടെയാണ് വരക്കുന്നത്. അപ്പൊ എ സി ഇവിടെ അവിടെ കൊണ്ടുപോയി പ്രൊട്രാക്ട് സെറ്റ് സ്ക്വയർ ഒക്കെ കൊണ്ടുപോയി വെച്ച് എന്ത് ചെയ്തു, കൃത്യമായി എടുത്ത് ഒന്ന് പാരലൽ വരച്ചു. ഇനി എന്ത് ചെയ്യുക, എയിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈന് ആയിലേക്ക് വരക്കുക. അതിനൊരു ആർ എന്ന് പേര്, ഇനി പി ഒ ക്യൂ ഒന്നും കൊടുക്കാം, നമ്മുടെ തൽക്കാലത്തിന് ആർ എന്ന് പേര് കൊടുക്കുകയാണ്. ഇനി എന്ത് ചെയ്യാണ് അല്ലെ, എയിൽ നിന്ന് ആറിലേക്ക് ഒരു ലൈൻ യോജിപ്പിച്ചു. അതേപോലെ സി നിന്ന് ആറിലേക്കും യോജിപ്പിച്ചു. അപ്പൊ ട്രയാങ്കിൾ എ ബി സിക്ക് ഈക്വൽ ഏരിയ വരുന്ന എന്ത് കിട്ടി, ട്രയാങ്കിൾ എ സി ആർ എന്ന് കിട്ടി. ഇനി അവിടെ ആംഗിൾ എ എന്ന് മെഷർ ചെയ്ത് നോക്കുക, എത്രയാണ്, 90 അല്ലേ നോക്കുക. അപ്പൊ എത്ര കിട്ടി, നമുക്ക് 90 ഡിഗ്രി. അപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ഫോം ചെയ്ത്. അപ്പൊ എ സി ആർ എന്ന് എന്ത് ചെയ്തു, ഷെയ്ഡ് ചെയ്ത് വെക്കുക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഡിഫറെന്റ് ട്രയാങ്കിൾ ഓഫ് ദി ടു സൈഡ്സ് 8 and 6 centimeter, area 12 centimeter can be drawn? What if you to be 24 square centimeter instead? ഒന്നുമില്ല, 8 ഉം 6 ഉമായ സെന്റിമീറ്ററിൽ ഏരിയ 12 എത്രണ്ണം വരക്കാൻ പറ്റും. ആ ഏരിയ 12 മാറ്റി 24 ആക്കിയാൽ എത്ര വരക്കാൻ പറ്റും എന്നാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്താണ്, ഞാൻ എഴുതിയെടുക്കുകയാണ് 12 സ്ക്വയർ സെന്റിമീറ്റർ എടുക്കുകയാണ്. അപ്പൊ ബേസ് നമുക്ക് ഏരിയ പറഞ്ഞാൽ 12 ഈക്വൽ ടു 1/2, ബേസ് ഞാൻ 8 ആക്കി എടുത്തു, ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ഇവിടെ എന്തായി, ക്യാൻസൽ ആയി, 4 ആയി. അപ്പൊ ഹൈറ്റ് ഈക്വൽ ടു 12/4 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ ആൻസർ നമുക്ക് എന്ത് കിട്ടി, 3 കിട്ടി. അപ്പൊ എന്താ സ്റ്റെപ്പ്, ഒന്നുമില്ല, ഇതേപോലെ ബേസ് എന്താക്കി 8 ആക്കി എടുത്തു. എന്നിട്ട് സാധാരണ സിംപ്ലിഫിക്കേഷൻ 8/4 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി, 4 ആയി. ഹൈറ്റ് കിട്ടി. ഇത് വരക്കാം. ബേസ് എത്രയാണ്, 8 ആയിരിക്കണം. എ ബി എടുത്തു. ഇനി ഒരു പെർപെൻഡിക്കുലർ വരച്ചു ഞാൻ ഇങ്ങോട്ട് മേലെ. എത്ര സെന്റിമീറ്റർ എടുത്തു, 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ ഇവിടെ എന്ത് ചെയ്തു, ഞാനൊരു പാരലൽ ലൈൻ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, അടുത്ത 6 സെന്റിമീറ്റർ എടുത്തിട്ട് ഒരു ആർക്ക് വരച്ചു. അടുത്ത നമുക്ക് 6 ആണ് വേണ്ടത്. അപ്പൊ എന്നിട്ട് എ നിന്ന് ഇങ്ങോട്ട് സി എന്ന് പേര് കൊടുത്തു, അത് 6 മാർക്ക് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു, ട്രയാങ്കിൾ എ ബി സി വരച്ചു. ഇനി അതേപോലെ അടുത്ത നമ്മള് ബേസ് എന്താക്കി എടുക്കുകയാണ്, 6 ആക്കി എടുക്കുകയാണ്. അപ്പൊ 12 ഈക്വൽ ടു 1/2 ഇൻറ്റു 6 ഇൻറ്റു ഹൈറ്റ്. ഇത് ക്യാൻസൽ ആയി പോയ എത്രയായി, 3 ആയി. അപ്പൊ 12 ഈക്വൽ ടു 3 ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ഹൈറ്റ് ഈക്വൽ ടു 12/3 എന്ന് പറയുമ്പോൾ 4. ഇവിടെ ഹൈറ്റ് എന്തായി മാറി, 4 ആയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതേ സ്റ്റെപ്പ് തന്നെയാണ് സിംപ്ലിഫൈ ചെയ്തപ്പോൾ 3 ഹൈറ്റ് 4. അപ്പൊ വീണ്ടും എ ബി ഇവിടെ ആരായി മാറും, ബേസ് 6 ആവും. മറ്റത് 8 ആയിരുന്നു, ഇവിടെ ബേസ് എന്തായി 6 ആക്കി എടുത്തു. എന്നിട്ട് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. അവിടെ ഹൈറ്റ് എത്ര ആയിരിക്കണം, 4 ആയിരിക്കണം. അവിടെ ഒരു പാരലൽ ലൈൻ വരച്ചു. അടുത്ത സംബന്ധം 8 എന്ത് ചെയ്യാ, കോമ്പസ് സെലക്ട് ചെയ്ത് എയിൽ നിന്നൊരു ആർക്ക് വരച്ചു. അതിന് എന്ത് ചെയ്യാ, നീട്ടി വരച്ചു. അപ്പൊ എന്ത് കിട്ടി, നമുക്ക് 2 ട്രയാങ്കിൾ ഇവിടെ വരക്കാൻ പറ്റി. ഡിഫറെന്റ് ട്രയാങ്കിൾസ് ആണ്. അപ്പൊ 2 ഡിഫറെന്റ് ആണ് കിട്ടിയത്. ഇനി ഇവിടെ 24 റീപ്ലേസ് 12 റീപ്ലേസ് ചെയ്ത് 24 ആക്കി. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്ത്, 24 ഈക്വൽ ടു 1/2 ഇൻറ്റു ബേസ് ആദ്യം 8 ആക്കി എടുത്തു, ഇൻറ്റു ഹൈറ്റ്. ഇത് ഡിവിഷൻ തെറ്റിക്കഴിഞ്ഞാൽ 4. അപ്പൊ ഹൈറ്റ് ഈക്വൽ ടു 24 / 4 എന്നാണ് 6. ഈ 6 നമുക്ക് അടുത്ത സൈഡ് ആയിട്ട് വന്നിട്ടേ ഉണ്ട് അല്ലെ.
അപ്പൊ നമുക്കത് വരക്കണം എങ്ങനെ നോക്കാം. അപ്പൊ ബേസ് 8 ആക്കി എടുത്തു അല്ലെ, 1/2 ബേസ് ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് പോയി. എന്നിട്ട് എന്ത് ചെയ്തു, വരച്ചു. അപ്പൊ എന്ത് ചെയ്തു, 8 എടുത്തു, പെർപെൻഡിക്കുലർ വരച്ചു. അപ്പൊ നമ്മൾ 6 ആക്കി എടുത്തു. 6 ആക്കി എടുത്തിട്ട് നേരെ പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. എന്നിട്ട് ചെയ്തു അല്ലെ, ഇങ്ങനെ പോയി. ഇനി അടുത്ത ക്വസ്റ്റ്യന് 8 മാറിയിട്ട് എന്താക്കിയ 6 എടുക്കാൻ പറഞ്ഞു. അപ്പൊ എന്താണ് 24 ഈക്വൽ ടു 1/2 into 6 into height. അപ്പൊ 24 ഈക്വൽ ടു 3 ക്യാൻസൽ ആയ 3 into height. അപ്പൊ ഹൈറ്റ് ഈക്വൽ ടു എന്തായി, 24 divided by 3 എന്ന് പറയുമ്പോൾ 8. അപ്പൊ വീണ്ടും ഈ 8 ഇവിടെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ സത്യം പറഞ്ഞാണെങ്കിൽ ഇത് വീണ്ടും ഇതന്നെ, ഈ 6 അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നുള്ളൂ, വേറെ ഒരു മാറ്റങ്ങളും അതിനകത്ത് എന്തില്ല, ഇല്ല. അപ്പൊ ഇത് എത്ര വർഷം, ഏരിയ 24 ആയി കഴിഞ്ഞാൽ ഇവിടെ എത്രണ്ണേ വരക്കാൻ കഴിയുള്ളൂ, ഒന്നേ വരക്കാൻ കഴിയുള്ളൂ. കാരണം എന്താ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുള്ളൂ, അല്ല ഷേപ്പിനൊന്നും ഒന്നില്ല, മാറ്റുന്നില്ല. അപ്പൊ എന്താ, നമുക്ക് കൺക്ലൂഷൻ കൊടുക്കാം. The two different triangle can draw with the two sides 8 and 6 centimeter and area 12 square centimeter. അല്ലെ, അപ്പൊ 12 centimeter സ്ക്വയറിൽ ടു ഡിഫറെന്റ് മെത്തേഡിലായിട്ട് നമുക്ക് വരക്കാൻ പറ്റും. ഇനി വൺ ഡിഫറെന്റ് triangle can draw the 8 and 6 and area 24 square. അപ്പൊ ഒരു പ്രാവശ്യം നമുക്ക് വരക്കാൻ പറ്റും, 24 ആവുമ്പോൾ ഒന്നേ നമുക്ക് വരക്കാൻ കഴിയുള്ളൂ. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ബ്രിഡ്ജിന്റെ ഫസ്റ്റ് സെക്ഷൻ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയി.